നിർബനിലോട് പോവുകയാണ്. നിർബനി സൂചിപ്പിച്ചതുപോലെ തന്നെ രാഷ്ട്രീയവൽക്കരിക്കാനുള്ള ഒരു നീക്കം. നേരത്തെ ഈ കനോലി പ്ലോട്ടിന് മുന്നിലായിരുന്നു ഉദ്യോഗസ്ഥരുടെ പരിശോധന. ഇന്നലെ രാത്രിയോടെയായിരുന്നു. നിർബൻ ഇപ്പോൾ എവിടെയാണ് നിൽക്കുന്നത്? നേരത്തെ ദൃശ്യങ്ങളിലൊക്കെ തന്നെ കണ്ടിരുന്നു വാഹനങ്ങളടക്കം പരിശോധിക്കുന്ന അസ്വാഭാവികമായിട്ടുള്ള പരിശോധന. അതിന് നമ്മളിപ്പോഴും ഉള്ളത് കഴിഞ്ഞ ദിവസം രാത്രി പരിശോധന നടത്തിയ കനോലി പ്ലോട്ടിൻ്റെ അടുത്തുള്ള ഈ ഇലക്ഷൻ കമ്മീഷൻ്റെ പ്രത്യേക സ്ക്വാഡിൻ്റെ ഭാഗത്ത് തന്നെയാണ്. ഇവിടെയാണ് രാത്രി 10 മണിയോടുകൂടി സാധാരണ വാഹനങ്ങൾ പരിശോധിക്കുന്ന നിലയ്ക്ക് പരിശോധിച്ചുകൊണ്ടിരുന്നപ്പോൾ ഷാഫി പറമ്പിലും രാഹുൽ മാങ്കൂട്ടത്തിലും എത്തിയ വാഹനം ഇവർക്ക് പരിശോധിക്കേണ്ടി വന്നത്. അപ്പോഴാണ് ഈ പറയുന്ന നാടകങ്ങളെല്ലാം അരങ്ങേറിയത്. അത് സംസ്ഥാന സർക്കാരിനെതിരെ തിരിച്ചുവിടുക, പോലീസിനെതിരെ തിരിച്ചുവിടുക, അതൊക്കെയായിരുന്നു അവിടെ ലക്ഷ്യം. പക്ഷേ ഉദ്യോഗസ്ഥർ തന്നെ ഇലക്ഷൻ കമ്മീഷൻ്റെ പരിശോധനയാണ് ഈ സ്റ്റാറ്റിസ്റ്റിക്സ് സർവൈലൻസ് ടീം എന്നാണ് അതിനെ പറയുക. അതിന് എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റിൻ്റെ ചുമതലയുള്ള ഒരു ഉദ്യോഗസ്ഥൻ, നേരത്തെ റഷീദ് എന്ന് പറഞ്ഞ ഉദ്യോഗസ്ഥൻ നമ്മുടെ മുമ്പ് സംസാരിച്ചതാണ്. അവർക്കൊപ്പം തന്നെ 7 ഉദ്യോഗസ്ഥർ ഇവിടെ ഉണ്ടാവും. അത് ഒക്കെ തന്നെ ഈ ക്യാമറയിൽ, വീഡിയോ ക്യാമറയിൽ അവർ ഷൂട്ട് ചെയ്യുകയും ചെയ്യും. ആ ഷൂട്ട് ചെയ്ത് എടുക്കുന്ന വിഷ്വലാണ് ഇപ്പോൾ നമുക്ക് കാണാം. അത് ആ ക്യാമറ വച്ച് ആദ്യ വാഹനത്തിലേക്ക് സുരക്ഷാ ഉദ്യോഗസ്ഥർ പോയി ആദ്യ വാഹനം തടയുന്നു. അതിനുശേഷം വാഹനം നിർത്താൻ ആവശ്യപ്പെടുന്നു. അതിനുശേഷം വാഹനം തുറന്ന് വാഹനത്തിൻ്റെ ഡിക്കി അടക്കം പരിശോധിക്കും. പരിശോധിച്ച ശേഷം ഈ വാഹനത്തിൻ്റെ നമ്പർ, ഒപ്പം തന്നെ വാഹനം ഓടിച്ചിരുന്ന ആളിൻ്റെ നമ്പർ, പേര്, ഇവ രണ്ടുമാണ് എഴുതി വയ്ക്കുക. അത് തന്നെ വീഡിയോയിൽ, ഉദ്യോഗസ്ഥൻ തന്നെ വീഡിയോയിൽ ഷൂട്ട് ചെയ്യുന്നതും കാണാം. അത് ഷൂട്ട് ചെയ്ത് പരിശോധിക്കുക എന്നതാണ്. അത് അങ്ങനെ നടത്തുന്നൊരു സ്വാഭാവിക തിരഞ്ഞെടുപ്പ് ഇതുമായി ബന്ധപ്പെട്ട് ഇലക്ഷൻ്റെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് നടത്തുന്ന സ്വാഭാവികമായ പരിശോധനകളാണ്. കടന്നുവരുന്ന വാഹനങ്ങളെല്ലാം പരിശോധിച്ച് ആയിരിക്കും അകത്തേക്ക് കടത്തിവിടുക. അങ്ങനെയായിരുന്നു ഇന്നലെ രാത്രിയും പരിശോധന നടത്തിയത്. ആ പരിശോധനയ്ക്ക് ഇടയിൽ സാധാരണ ഇപ്പോൾ കാണാം, അവരെല്ലാം പരിശോധന നടത്തുമ്പോൾ ഉദ്യോഗസ്ഥരോട് സഹകരിക്കുന്നത് കാണാം. സഹകരിച്ച് എന്താണ് കാര്യമെന്ന് ചോദിക്കുന്നു. അതിനുശേഷം അവർ പോകുന്നതും കാണാം. ഇത്തരത്തിൽ നടത്തേണ്ട ഒരു മാന്യമായ പരിശോധനയായിരുന്നു കഴിഞ്ഞ ദിവസവും ഉദ്യോഗസ്ഥർ നടത്തിയത്. ആ ഉദ്യോഗസ്ഥർ കാണാം. ആ ഉദ്യോഗസ്ഥൻ തന്നെ അത് ഇലക്ഷൻ കമ്മീഷൻ്റെ നേരിട്ട് ഈ സ്റ്റാറ്റിസ്റ്റിക്സ് സർവൈലൻസ് ടീമാണ്. ആ ടീം SST എന്ന് പറയും. ആ ടീമിലെ ഉദ്യോഗസ്ഥരാണ്. ആ ഉദ്യോഗസ്ഥർ പരിശോധന നടത്തുകയും അത് നമ്പറും ഒപ്പം തന്നെ പേരും ഇതിൽ കുറിച്ചെടുക്കുന്നതും കാണാം. ഈ കുറിച്ചെടുത്ത ശേഷമാണ് എന്തെങ്കിലും തരത്തിൽ സംശയാസ്പദമായ എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ മാത്രമായിരിക്കും അവർ റിപ്പോർട്ട് ചെയ്യുക. സാർ, അതിനെ സംബന്ധിച്ചാണ് കഴിഞ്ഞ ദിവസം ഒരു വിവാദമായി. ഇപ്പോൾ ഇവിടെ സാധാരണ പ്രേക്ഷകർക്ക് ഒരു സംശയം ഉണ്ടാവും ഇവിടെ എന്താണ് നടക്കുന്നത്? ഇപ്പോൾ നമ്മൾ ഈ നിലമ്പൂരിലേക്ക് കടന്നു വരുന്ന വാഹനങ്ങൾ പരിശോധിക്കുന്നത് ആരാണ് ചുമതലപ്പെടുത്തിയിട്ടുള്ളത്? അതിനെ സംബന്ധിച്ചൊന്ന് പറയാൻ പറ്റും. ഇലക്ഷൻ കമ്മീഷനാണ് ചുമതലപ്പെടുത്തിയിട്ടുള്ളത്. ഒരു 3 ഷിഫ്റ്റായിട്ടാണ് ഇവിടെ ചെക്കിംഗ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരു ടീമിൻ്റെ പ്രവർത്തനം രാവിലെ 6 മണി മുതൽ ഉച്ചയ്ക്ക് 2 മണി വരെ. അടുത്ത ടീം അവർ പോയി കഴിഞ്ഞാൽ പിന്നെ 2 മണി മുതൽ വൈകുന്നേരം 10 മണി വരെ ഒരു ടീം. പിന്നെ 10 മണിക്ക് ശേഷം 10 മണി മുതൽ 6 മണി വരെ ഒരു ടീം. അങ്ങനെ 3 ടീമാണ്. ഇത് 3 സ്ഥലത്തായിട്ട് ചെക്കിംഗ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഒന്ന് വടപുറം എന്ന് പറഞ്ഞ സ്ഥലത്ത്, നിലമ്പൂരിലേക്ക് എൻട്രൻസ് നടക്കുന്ന വടപുറം. പിന്നെ നമ്മൾ വെളിയംതോട് എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു ചെക്കിംഗ് ഉണ്ട്. അത് തിരുവമ്പാടി അങ്ങനെ വരുന്ന ആളുകളെ അവിടെ ചെക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ ആനമറി വഴിക്കടവ്, നാടുകാണി ചെക്ക് പോസ്റ്റ് കടന്നു വരുന്നവരെ അവിടെയും ചെക്ക് ചെയ്യുന്നുണ്ട്. അങ്ങനെ വാഹനങ്ങൾ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. വാഹനങ്ങൾ പരിശോധിക്കുന്നു, അതിൻ്റെ നമ്പർ നോട്ട് ചെയ്യുന്നു. പിന്നെ അതിൻ്റെ ഫ്രണ്ടിലുള്ള ബോക്സ് തുറന്ന് പരിശോധിക്കുന്നു, ഉള്ളിലെ ബാഗുകൾ പരിശോധിക്കുന്നു, ഡിക്കി ഓപ്പൺ ചെയ്ത് പരിശോധിക്കുന്നു. അതിലുള്ള ബാഗുകൾ ഒക്കെ ഉള്ളതുണ്ടെങ്കിൽ അതെല്ലാം പരിശോധിച്ച് അങ്ങനെ SST സ്റ്റാറ്റിസ്റ്റിക്കൽ സർവൈലൻസ് ടീം. അതിൽ ഒരു എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റ്, 2 അസിസ്റ്റൻറ്റുമാർ, പിന്നെ 2 പോലീസ്. വീഡിയോ ആയിട്ട് റെക്കോർഡ് ചെയ്യുന്നുണ്ടല്ലോ. എല്ലാ വാഹനങ്ങളും പരിശോധിക്കുന്നുണ്ട്, റെക്കോർഡ് ചെയ്യുന്നുണ്ട്. ഇപ്പം ഇന്ന് രാവിലെ തന്നെ നമ്മൾ കെ രാധാകൃഷ്ണൻ MPയുടെ വാഹനം നമ്മൾ പരിശോധിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ വഹാബ് MPയുടെ വാഹനം പരിശോധിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ ലിജു എന്ന് പറഞ്ഞിട്ട് MLA അല്ലേ, അദ്ദേഹത്തിൻ്റെ വാഹനം അദ്ദേഹത്തിൻ്റെ വാഹനം പരിശോധിച്ചിട്ടുണ്ടായിരുന്നു. ഒന്നും പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. അതുപോലെ ഷാനിമോൾ ഉസ്മാൻ എന്നാളൊരു ദിവസം ഞങ്ങൾ പരിശോധിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറേ വാഹനങ്ങൾ പരിശോധിച്ചിട്ടുണ്ട്. അത് ഞങ്ങളങ്ങനെ അറിഞ്ഞിട്ടില്ല. ഇന്ന് രാവിലെ ഞങ്ങൾ ഡ്യൂട്ടിയിൽ വന്നപ്പോൾ ചാനലുകാർ പറയുമ്പോഴാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി എന്നുള്ളത് മനസ്സിലാവും. ഇന്ന് രാവിലത്തെ ഡ്യൂട്ടിയിലുള്ള ആളാണ് സാർ? രാവിലെ 6 മണിക്ക്. മറ്റ് ഉദ്യോഗസ്ഥരാണ്. മറ്റു വിവാദങ്ങൾ സാറിന് അറിയില്ല? ഇല്ല, അത് ഞാൻ നടത്തുന്നത് ഈ പരിശോധന ഇലക്ഷൻ കമ്മീഷനാണ് നമ്മളെ ചുമതലപ്പെടുത്തി. സാർ ഇലക്ഷൻ കമ്മീഷന്റെ ഉദ്യോഗസ്ഥനാണ്. താങ്ക് യു സാർ. സാറിന്റെ പേര്? സുരേഷ് ബാബു. താങ്ക് യു സാർ. ഇപ്പോൾ ഇലക്ഷൻ കമ്മീഷൻ്റെ ഈ SST ടീമിലുള്ള സുരേഷ് ബാബു എന്ന ഉദ്യോഗസ്ഥനാണ് നമ്മളോട് സംസാരിച്ചത്. അദ്ദേഹം ലളിതമായ കാര്യങ്ങൾ പറഞ്ഞു. അദ്ദേഹം ഇന്ന് രാവിലെ ഡ്യൂട്ടിക്ക് കയറിയ ഉദ്യോഗസ്ഥനാണ്. അവർക്കൊപ്പം ഉള്ള 7 അംഗ ടീമുണ്ട് SST ടീമിൽ.
കഴിഞ്ഞ ദിവസം രാത്രി ഇത് സമാനമായ പരിശോധന നടത്തി. അവർ ആരെയൊക്കെയാണ് പരിശോധന? അപ്പോൾ സ്വാഭാവികമായും വാഹനം തടയുമ്പോൾ അതിനകത്ത് രാഷ്ട്രീയക്കാരുണ്ടാകാം, ഉന്നത ഉദ്യോഗസ്ഥരുണ്ടാകാം, ഒപ്പം തന്നെ രാഷ്ട്രീയമൊന്നുമില്ലാത്ത സാധാരണ മനുഷ്യരുണ്ടാകാം. സംശയാസ്പദമായി എന്തെങ്കിലും കണ്ടാൽ അവർ ഡിക്കി ഓപ്പൺ ചെയ്യാൻ പറയും. ആ ഡിക്കി തുറന്ന് അവർ പരിശോധന നടത്തും. ഒപ്പം തന്നെ വാഹനത്തിൻ്റെ നമ്പർ ആ ഉദ്യോഗസ്ഥർ തന്നെ നോട്ട് ചെയ്ത് എടുക്കുന്നത് കാണാം. അതിനുശേഷം വാഹനത്തിൽ ഓടിച്ചിരുന്ന ആളുടെ പേര് കൂടി രേഖപ്പെടുത്തിയ ശേഷമായിരിക്കും വാഹനം പോകാൻ പറയും. അത് അധിക സമയമൊന്നുമുള്ള ഒരു പ്രൊസീജിയറല്ല, വളരെ ലളിതമായ ഒരു 1-2 മിനിറ്റ് കൊണ്ട് അവശേഷിക്കുന്ന പൂർത്തിയാകുന്നൊരു പ്രവർത്തനമാണ്. നമ്മുടെ നിലമ്പൂർ മണ്ഡലത്തിലെ 3 പ്രദേശങ്ങളിൽ സമാനമായ ടീം പ്രവർത്തിക്കുന്നുണ്ട്. അവിടെ പല രാഷ്ട്രീയക്കാരുടെയും പരിശോധന നടത്തി. ഇന്ന് കെ രാധാകൃഷ്ണൻ MP വന്ന വാഹനത്തെ സംബന്ധിച്ച് പറഞ്ഞതാണ്, ഉദ്യോഗസ്ഥൻ തന്നെ പറഞ്ഞു. അബ്ദുൾ വഹാബ് MP വന്ന വാഹനത്തെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ വാഹനത്തെക്കുറിച്ച് പറഞ്ഞു. ഷാനിമോൾ ഉസ്മാൻ, എം ലിജു KPCCയുടെ ജനറൽ സെക്രട്ടറിയാണ്. പക്ഷേ അങ്ങനെ ഉദ്യോഗസ്ഥർ നടത്തുന്ന, ഇലക്ഷൻ കമ്മീഷൻ നടത്തുന്ന പരിശോധനയിൽ സഹകരിക്കുക എന്നുള്ളതാണ് ഒരു പൗരൻ എന്നുള്ള നിലയ്ക്ക് എല്ലാവരും ചെയ്യുന്നത്. അത് സാധാരണ മനുഷ്യർ പരിശോധിക്കുമ്പോഴുള്ള ഒരു തരത്തിലും പ്രകോപനം ഉണ്ടാക്കുകയോ ബഹളം വയ്ക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. രാഷ്ട്രീയക്കാരായിരുന്നാലും ഉന്നത ഉദ്യോഗസ്ഥർ, ഒരു മജിസ്ട്രേറ്റിൻ്റെ വാഹനമടക്കം ഇന്ന് പരിശോധിച്ചിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നമൊന്നും ഉണ്ടാകാതിരിക്കുമ്പോൾ എന്തുകൊണ്ടാണ് ഇവർ രണ്ടുപേരും ഇങ്ങനെ ഒരു നാടകത്തിലേക്ക് പോയത് എന്ന ചോദ്യം സ്വാഭാവികമായും നിലമ്പൂരിൽ ഉയരുന്നുണ്ട്. നാടകം സൃഷ്ടിക്കുക, ഈ പറഞ്ഞ വിവാദങ്ങളെ മറ്റു തരത്തിലേക്ക് കൊണ്ടുപോകുക എന്നൊരു ലക്ഷ്യം അവർക്കുണ്ടായിരുന്നു എന്നതാണ്. പക്ഷേ അവർ ആദ്യഘട്ടത്തിൽ പറഞ്ഞ കാര്യം പാളിപ്പോയി. ഇത് കേരള പോലീസ്, പിണറായിയുടെ പോലീസ് ചെയ്ത അതിക്രമമാണ് എന്ന തരത്തിലായിരുന്നു അവർ ആദ്യഘട്ടത്തിൽ പ്രതികരിച്ചത്. പക്ഷേ അതല്ല, ഇലക്ഷൻ കമ്മീഷൻ ഉദ്യോഗസ്ഥനായിട്ടുള്ള അദ്ദേഹം നേരത്തെ തന്നെ എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റിൻ്റെ അധികാരമുള്ള റഷീദ് സാറടക്കം നമ്മളോട് പറഞ്ഞതാണ്, ഇതൊരു സാധാരണ പരിശോധനയാണ്, അതിൽ അവർക്ക് വേറെ രാഷ്ട്രീയമൊന്നുമില്ല, അവർ റിപ്പോർട്ട് ചെയ്യേണ്ടത് ഇലക്ഷൻ കമ്മീഷനാണ്. എന്തെങ്കിലും തരത്തിൽ പരിശോധന നടത്തുന്നുണ്ടോ എന്ന് പരിശോധിക്കാൻ ഒബ്സർവർമാർ ഇവർക്ക് മുകളിലുണ്ട്. അവർ ഇടയ്ക്കിടയ്ക്ക് തന്നെ വന്ന് ഇവരെ പരിശോധന സംബന്ധിച്ച കാര്യങ്ങൾ വിലയിരുത്തിയും CCTV ഇതിൻ്റെ ഭാഗത്ത് 4 CCTV വച്ചിട്ടുണ്ട്. ഈ പറഞ്ഞ പരിശോധന കേന്ദ്രത്തിൽ തന്നെ ഈ 4 ഭാഗത്തേക്ക് 2 സൈഡിലാക്കി 4 CCTV ക്യാമറകൾ ഘടിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇത് സംബന്ധിച്ച് എന്തെങ്കിലും ക്രമക്കേടുണ്ടെങ്കിലോ പരിശോധന സംബന്ധിച്ച് എന്തെങ്കിലും പ്രകോപനം ഉണ്ടാവുകയോ ഏതെങ്കിലും തരത്തിൽ വാഹനം നിർത്താതെ പോയി സംശയ സാഹചര്യം ഉണ്ടാവുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ ആ ദൃശ്യങ്ങൾ പരിശോധിക്കുന്നതിന് വേണ്ടിയാണ് CCTV ദൃശ്യങ്ങൾ ഇവിടെ സ്ഥാപിച്ചിട്ടുള്ളത്. ഒപ്പം തന്നെ വാഹന പരിശോധന നടത്തുന്നതിൻ്റെ CCTV ദൃശ്യങ്ങൾ വീഡിയോ ചിത്രീകരണം ഇലക്ഷൻ കമ്മീഷൻ്റെ ഉദ്യോഗസ്ഥർ തന്നെ, കൂടെയുള്ള ആൾ തന്നെ പരിശോധിക്കുന്ന അത് കാണാൻ കഴിയും. അപ്പോൾ നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ അത്തരം ഒരു വിഷയത്തെയാണ് ഇങ്ങനൊരു സങ്കുചിതമായ രാഷ്ട്രീയ മുതലെടുപ്പിലേക്ക് ശ്രമിച്ചു എന്ന തരത്തിലുള്ള ആരോപണമാണ് ഇപ്പോൾ ഉയർന്നു വരുന്നത്. സാധാരണ വരുന്ന മനുഷ്യരെല്ലാം വളരെ മാന്യമായി അവർ വാഹനത്തിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്നു. അവർ ഡിക്കിയും ഡാഷ്ബോർഡും ഒക്കെ കാണിക്കാൻ പറയുമ്പോൾ അവരത് തുറന്ന് കാണിക്കുന്നു. ഒരു കേവലം 1-2 മിനിറ്റ് മാത്രം നീണ്ടു നിൽക്കുന്ന ഒരു പ്രൊസീജിയറാണ്. അത് കഴിഞ്ഞ് വാഹനം രേഖപ്പെടുത്തി ഡിക്കിയും പരിശോധിച്ച ശേഷം ആ വാഹനം വിട്ടുകൊടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ തന്നെ വാഹനം പോകാനുള്ള അനുവാദവും നൽകും. ആ വാഹനത്തിൻ്റെ നമ്പർ എഴുതിയെടുക്കും, ഒപ്പം തന്നെ വാഹനം ഓടിച്ചിരുന്ന ആളിൻ്റെ പേരും എഴുതിയെടുക്കുക. ഇത്ര മാത്രമാണ് ഇവിടെ നടക്കുന്നത്. അതിനെയാണ് മറ്റു തരത്തിലേക്കുള്ള ഒരു വിവാദത്തിലേക്ക് കൊണ്ടുപോയത്. ഇപ്പോൾ നമുക്ക് ഈ വാഹനം പരിശോധിച്ച ദൃശ്യങ്ങൾ കണ്ടു. അടുത്തൊരു വാഹനവും പരിശോധിച്ച ശേഷമാണ് മടങ്ങുന്നത്. ഈ ഒരു സംവിധാനത്തെ, ഈ ഒരു ഇലക്ഷൻ കമ്മീഷൻ്റെ സ്വാഭാവിക എല്ലാ തെരഞ്ഞെടുപ്പിലും, ഇപ്പോൾ നമ്മൾ പുതുപ്പള്ളി തെരഞ്ഞെടുപ്പ് കണ്ടു, പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് കണ്ടു, ചേലക്കരയിലെ ഉപതെരഞ്ഞെടുപ്പ് കണ്ടു, തൃക്കാക്കരയിലെ ഉപതെരഞ്ഞെടുപ്പ് കണ്ടു, അവിടെയെല്ലാം സാധാരണ ഇലക്ഷൻ കമ്മീഷൻ ഇങ്ങനെ ഒരു നഗരത്തിലേക്ക്, നിയോജകമണ്ഡല അതിർത്തിയിലേക്ക് കടക്കുന്ന സ്ഥലങ്ങളിൽ നടത്തുന്ന SST ടീമിൻ്റെ പരിശോധനയാണ്. ആ പരിശോധനയാണ് ഇത്തരത്തിൽ രാഷ്ട്രീയ ലാക്കോടുകൂടി വിവാദത്തിലേക്ക് കൊണ്ടുചെന്ന് എത്തിക്കാനുള്ള ശ്രമം നടത്തിയത്. പക്ഷേ ആ വിവാദം അവർക്ക് തന്നെ തിരിഞ്ഞു കുത്തുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറി എന്ന് തന്നെ പറയാം. ആതിര, ശരി, വ്യക്തമാണ്. തെരഞ്ഞെടുപ്പ് കാലത്തെ സ്വാഭാവികമായിട്ടുള്ള പരിശോധന, അതിനെ വളച്ചൊടിക്കാനാണ് കോൺഗ്രസിന്റെ ഒരു നീക്കമുണ്ടായത്. അപ്പം ദൃശ്യങ്ങളടക്കം നമ്മൾ കണ്ടിരുന്നു. ഇത്തരത്തിൽ സ്വാഭാവികമായി വാഹനങ്ങൾ നിലമ്പൂർ മണ്ഡലത്തിലേക്ക് എത്തുന്നു. ആ മണ്ഡലത്തിന്റെ പരിധിയിൽ 3 ഇടങ്ങളിലാണ് പരിശോധന SST ടീമിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന. തരത്തിൽ സ്വാഭാവികമായിട്ടുള്ള പരിശോധന മാത്രമാണ്. അതിനെയാണ് ഈ സങ്കുചിതമായിട്ടുള്ള അജണ്ടകളുടെ പേരിൽ രാഷ്ട്രീയവൽക്കരിക്കാനുള്ള നീക്കം അത് കോൺഗ്രസിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്. റിബനാണ് വിവരങ്ങൾ നൽകിയത്.